ഈ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ 3 ക്രോളർ ക്രെയിനുകൾ പരിചയപ്പെടാം. അതിൽ അവസാനത്തെ ക്രെയിൻ ഏതാണെന്ന് കണ്ടാൽ നിങ്ങൾ തീർച്ചയായും അത്ഭുതപ്പെടും. ഇതിൽ 3-ാം സ്ഥാനം ഡമാക് CC 8800 ട്വിൻ. ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും മോഡേൺ ആയ ക്രോളർ ക്രെയിനുകളിൽ ഒന്നാണ് ഈ ജർമ്മൻ മോൺസ്റ്റർ. ട്വിൻ ബൂം രൂപകൽപ്പന കാരണം ഇതിന് 3200 ടൺ വരെ ഭാരം ഉയർത്താൻ കഴിയും. അതായത് ഒരേ സമയം 5-ൽ കൂടുതൽ ബോയിങ് 747 വിമാനങ്ങൾ ഉയർത്തുന്നത് പോലെ അത്രയും ശക്തമാണ്. ഈ ക്രെയിനുകൾ പ്രധാനമായും ഓഫ് ഷോർ പ്ലാറ്റ്ഫോമുകൾ, ടർബൈനുകൾ, ആണവ നിലയ നിർമ്മാണം എന്നിവക്കായാണ് ഉപയോഗിക്കുന്നത്. ഇവ വളരെ വലുതാണെങ്കിലും എളുപ്പത്തിൽ വേർപെടുത്തി ലോകത്തിൽ എവിടെയും എത്തിക്കാൻ സാധിക്കും. 2-ാം സ്ഥാനം XCMG XGC 88000. ഹെവി മെഷീനറികളുടെ ലോകത്ത് ചൈനയുടെ അഭിമാനമാണിത്. ഈ ക്രെയിനിന് ഏകദേശം 118 മീറ്ററിലധികം ഉയരത്തിൽ എത്താൻ സാധിക്കും. അതായത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയേക്കാൾ ഉയരത്തിൽ. അതുപോലെ 4000 ടൺ വരെ ഭാരം ഉയർത്താനും ഇതിന് കഴിയും. പെട്രോ കെമിക്കൽ പ്ലാന്റുകൾ, വൻകിട വ്യാവസായിക പദ്ധതികൾ എന്നിവക്കായാണ് ഈ ക്രെയിനുകൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഡ്യുവൽ ബൂം സ്ട്രക്ചർ പെർഫെക്റ്റ് ബാലൻസ് ഇതിന് നൽകുന്നു. 1-ാം സ്ഥാനത്ത് ആരാണെന്ന് അറിയുന്നതിന് മുമ്പേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതിൽ 1-ാം സ്ഥാനം സാനി SCC 45000A. ഭൂമിയിലെ ഏറ്റവും ശക്തമായ ക്രോളർ ക്രെയിൻ. 4500 ടൺ വരെ ഭാരം ഉയർത്താൻ കഴിയുന്ന ഈ ക്രെയിനിന് 120 മീറ്ററോളം ഉയരത്തിൽ എത്താൻ സാധിക്കും. കടലിലെ ഓയിൽ റിഗുകൾ, വലിയ പാലത്തിന്റെ ഭാഗങ്ങൾ എന്നിവ ഉയർത്തുന്നത് പോലുള്ള ഏറ്റവും ഭാരമേറിയ ജോലികൾക്കായി ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. കൂടാതെ കാറ്റിനെ നിരീക്ഷിക്കുന്നതിനും സ്ഥിരത തത്സമയം ഉറപ്പാക്കുന്നതിനും മോഡേൺ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഈ ക്രെയിനിലുണ്ട്. ഇവയെല്ലാം ഹ്യൂമൻ എഞ്ചിനീയറിംഗിന്റെ അത്ഭുതങ്ങൾ തന്നെയാണ്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമന്റ് ചെയ്യൂ.